കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച വനിതാ സംവരണ ബില്ലിനെ എതിർത്ത കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണിക്കെതിരെ പെരുമ്പാവൂരിൽ മഹിളാ മുന്നേറ്റ യാത്ര. ബി.ജെ.പി. സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു യാത്ര ഉദ്ഘാടനം ചെയ്തു. പെരുമ്പാവൂർ ബോയ്സ് ഹൈസ്കൂൾ പരിസരത്തു നിന്നും യാത്ര ആരംഭിച്ചു. കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച സ്ത്രീ സംവരണം 33% വനിതാ സംവരണ ബില്ലിനെ എതിർത്ത കോൺഗ്രസ് നേതൃത്വത്തിന്റെയും ഇന്ത്യ മുന്നണിയുടെയും നടപടിയിൽ മഹിളാ മോർച്ച പ്രവർത്തകർ പ്രതിഷേധിച്ചു. പെരുമ്പാവൂരിൽ മഹിളാ മുന്നേറ്റ യാത്ര സംഘടിപ്പിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം. മഹിളാ മോർച്ച എറണാകുളം നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന യാത്ര പെരുമ്പാവൂർ ബോയ്സ് ഹൈസ്കൂൾ പരിസരത്ത് നിന്നും ആരംഭിച്ചു. നൂറുകണക്കിന് പ്രവർത്തകർ മുന്നേറ്റ യാത്രയിൽ പങ്കെടുത്തു. जय जय महिला मोर्चा, जय जय बीजेपी, जय जय बीजेपी, जय जय एनडीए, जय जय एनडीए, बोलो भारत माता की ഭഗവാൻ കൊണ്ടുവന്ന വനിതകൾക്ക് 33% സംവരണം നൽകുന്ന വനിതാ സംവരണ ബില്ല് അട്ടിമറിച്ചുകൊണ്ട് തികഞ്ഞ പുറ്റത്തോടെ പരാജയപ്പെടുത്തിയ കോൺഗ്രസ് നയിക്കുന്ന പ്രതിപക്ഷ മുന്നണിക്കെതിരെയുള്ള പ്രതിഷേധത്തിന്റെ കൊടിനാശിനിയുമായി മോദിജി സർക്കാർ നടപ്പാക്കുവാൻ കൊണ്ടുവന്ന 33% വനിതകൾക്ക് സംവരണം നൽകുന്ന വനിതാ സംവരണ ബില്ല് അട്ടിമറിച്ചുകൊണ്ട് തികഞ്ഞ പുറ്റത്തോടെ പരാജയപ്പെടുത്തിയ കോൺഗ്രസ് നയിക്കുന്ന പ്രതിഷേധ മുന്നണിക്കെതിരെയുള്ള പ്രതിഷേധത്തിന്റെ കൊടുങ്കാറ്റ് ഉയർത്തിക്കൊണ്ട് പരാജയപ്പെടുത്തിയ കോൺഗ്രസ് നയിക്കുന്ന പ്രതിപക്ഷത്തിനെതിരെ പ്രതിഷേധത്തിന്റെ കൊടുങ്കാറ്റ് ഉയരുകയാണ്. ഇന്ന് രാജ്യമെമ്പാടും പ്രതിഷേധത്തിന്റെ കൊടുങ്കാറ്റ് ഉയരുകയാണ്. അതിന്റെ ഭാഗമായി പെരുമ്പാവൂരിൽ മഹിളാ മോർച്ച സംഘടിപ്പിച്ചു. ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അവസാനിക്കും. ഈ മഹിളാ എല്ലാവരും പെരുമ്പാവൂർ നഗരം വലം വെച്ച യാത്രി നിവാസ് പരിസരത്ത് സമാപിച്ചു. ബി.ജെ.പി. സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു മഹിളാ മുന്നേറ്റ യാത്ര ഉദ്ഘാടനം ചെയ്തു. ശൈലജ ടീച്ചർ എന്നൊരു ടീച്ചറും അത് കഴിഞ്ഞാൽ ബഹുമാനിയായിട്ടുള്ള രമ MLA ആ 3 പേരുടെ അഭിപ്രായം ഒന്നറിയാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയെക്കുറിച്ച്, കൊണ്ടുവന്ന ബില്ലിനെ കുറിച്ച് ഇവരുടെ അഭിപ്രായം അറിയാൻ BJPക്കും NDAക്കും ആഗ്രഹമുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഞങ്ങൾ അങ്ങനെ പറയുന്നില്ല, ഇന്ന ആളുകൾ പറയട്ടെ. കാരണം അവിടെ എന്ത് പറഞ്ഞാലെന്ത്, എന്ത് ചെയ്താലെന്ത്, അവിടെ ഒരു 3 കൂട്ടിയ അടുപ്പ് ഉണ്ട് ഡൽഹിയിൽ. ആ അടുപ്പ് തീരുമാനിക്കും 3 കല്ലും കൂടി ആരൊക്കെ വേണം. എന്റെ പെട്ടി പിടിച്ചവൻ MLA ആകണോ, അന്ന പിടിക്കൂല MLA. അപ്പൊ പറയുന്നത് വേറൊരു പൊട്ടിയുമായിട്ട് ഒരുത്തം വരുന്നുണ്ടെന്ന പിടിച്ചത് MP. അത് കഴിഞ്ഞാൽ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നവരൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം വനിതാ സംവരണമോ വനിതാ ബില്ലോ ഇഷ്യൂ അല്ല. പക്ഷെ പറയുമ്പോ പറയും ഉരുക്ക് വനിതയായി പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു, പേര് ഇന്ദിരയാണ്. ആ ഇന്ദിരയുടെ ഭരണം മുതൽ, രാജീവിന്റെ ഭരണം മുതൽ, നരസിംഹ റാവുവിന്റെ ഭരണം മുതൽ, കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെ ഒപ്പം നിന്നവരുടെയും ഭരണം ഒന്നൊന്നായി എടുക്കാം. മൻമോഹൻ സിംഗ് അടക്കം അവരുടെ ആ യുഗം അവസാനിച്ചല്ലോ. 2 UPA ആ അവസാനിച്ച യുഗം ഇനി ഒരിക്കലും തിരിച്ചു വരില്ലെന്ന് 10ാം ക്ലാസ് പരീക്ഷ കഴിയുമ്പോൾ നമ്മൾ ഇറങ്ങും. എന്താണ് ഈ ഒരു കാലഘട്ടം ഇനി ഒരിക്കലും നമുക്ക് വരില്ല. അയ്യോ, കുറച്ചുകൂടി പെർഫോം ചെയ്യാമായിരുന്നു, അല്പം കൂടി പഠിക്കാമായിരുന്നു. ഡിസ്റ്റിങ്ഷനോ ഫസ്റ്റ് ക്ലാസ്സോ എന്റെ കാലഘട്ടത്തിൽ. ഇന്ന് A+ഉം Aയും Bയും Cയും ഒക്കെയാണ്. ഇതൊക്കെ കിട്ടുമായിരുന്നുവെങ്കിൽ നമ്മൾ കുറച്ചുകൂടി പഠിക്കണമായിരുന്നു. ആ വിദ്യാലയത്തിലേക്ക് തിരിഞ്ഞ് ആ കവിത നമ്മൾ പാടും. ഒരിക്കൽ കൂടി നമുക്ക് അതിന്റെ അകത്തുനിന്ന് കയറാൻ മോഹമുണ്ട്. അതിനുശേഷം നമ്മൾ പൂർവ്വ വിദ്യാർത്ഥികളായി അറിയപ്പെടുന്നു.
മഹിളാ മോർച്ച എറണാകുളം നോർത്ത് ജില്ലാ പ്രസിഡന്റ് ബിന്ദു ആനന്ദ് അധ്യക്ഷത വഹിച്ചു. BJP എറണാകുളം നോർത്ത് ജില്ലാ സെക്രട്ടറി MA ബ്രഹ്മരാജ്, മഹിളാ മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് വിദ്യ, ശശികല രമേശ്, BJP മണ്ഡലം പ്രസിഡന്റ് ലിഷ രാജേഷ്, NDA പെരുമ്പാവൂർ നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി ജിബി പാത്തിക്കൽ തുടങ്ങിയവർ നേതൃത്വം വഹിച്ചു. ഈ പ്രതിഷേധ റാലിയുടെ ഉദ്ദേശലക്ഷ്യത്തെക്കുറിച്ച് വിശദമായി ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. സ്ത്രീകൾ കയറണമെന്ന് ആഗ്രഹിക്കുന്ന പാർലമെന്റിൽ സ്ത്രീകളെ കയറ്റില്ല എന്ന് ശാട്ടിപ്പിടിക്കുന്ന ഒരു പ്രതിപക്ഷമാണ് ഇന്ത്യയിലുള്ളത്. എന്നാൽ സ്ത്രീകൾ കയറണ്ട എന്ന് ഉദ്ദേശിക്കുന്ന ശബരിമലയിൽ സ്ത്രീകളെ കയറ്റാൻ വലിയ നിയമവശങ്ങളും കോടതി വിധിയും പോലീസിൻ്റെ മർദ്ദനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീകളെ ശബരിമലയിൽ കയറ്റാൻ വലിയ ആവേശം കാണിച്ച കേരളത്തിലെ CPM ഇടതുപക്ഷ മുന്നണി കേന്ദ്രത്തിൽ ഏത് പോസ്റ്റിലും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് സഹോദരിമാർക്ക് അവർക്ക് അവരുടെ കഴിവ് തെളിയിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുവാൻ വേണ്ടി ദേശീയ ജനാധിപത്യ സർക്കാർ കൊണ്ടുവന്ന വനിതാ സംവരണ ബില്ലിൻ്റെ നടപടിക്രമങ്ങൾ വോട്ട് ചെയ്ത് പരാജയപ്പെടുത്തിയ രണ്ട് മുന്നണികൾ. വോട്ട് ചെയ്ത് പരാജയപ്പെടുത്തിയ വിഡ്ഢിത്തം മാത്രമല്ല, ഞങ്ങൾ ചെയ്ത വിഡ്ഢിത്തം ഒരു വലിയ സംഭവമാണെന്ന് നാട് മുഴുവൻ കൊട്ടിഘോഷിക്കുകയാണ്. നമുക്കറിയാൻ സാധിക്കും, ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും സ്ത്രീ സംവരണ വാർഡുകളില്ല. എന്നിട്ട് പോലും കഴിഞ്ഞ ഒരു മാസം മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 19ഓളം വനിതാ സ്ഥാനാർത്ഥികളെ നിർത്തിയ ഒരു മുന്നണിയാണ് ദേശീയ ജനാധിപത്യ സഖ്യം. ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ.